നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ അച്ഛനുമായിട്ട് അലീന സംസാരിക്കണ സമയത്ത് അച്ഛൻ പറഞ്ഞു, അതെ, നീയാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത്. ആ സമയം അലീന പറഞ്ഞു, അച്ഛ അത് പിന്നെ ആ സമയത്ത് എനിക്ക് എന്തൊക്കെയോ ദേഷ്യവും സങ്കടവും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു. അതൊന്നും കാര്യമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്ത് ചെയ്തു, അവിടെ ഇരുന്നൊരു ബൈബിൾ എടുത്ത് അലീനയ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കുവാണ്. പിന്നീട് തലയെ കൈവച്ച് അനുഗ്രഹിച്ചു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അലീനയ്ക്ക് സന്തോഷമായി. പിന്നീട് അലീന പെട്ടെന്ന് പറഞ്ഞു, അച്ഛ ഇവനെയും കൂടെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ രോഹിത്തിൻ്റെ തലയിലും കൈവച്ച് അച്ഛൻ അനുഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ടാണ് അവർ തിരികെ വീട്ടിലേക്ക് പോരുന്നത്. ഈ സമയത്ത് ഒരു ടാക്സിക്കാരൻ വൈജയന്തിയെ വിളിക്കുകയാണ്. വൈജയന്തിയെ വിളിച്ചിട്ട് പറഞ്ഞു, മാഡം ഞാൻ ടൗണിലെത്തി, ഇവിടുന്ന് ഇനി അങ്ങോട്ടാ വരണ്ടേന്ന് ചോദിച്ചു. അതെ, റൈറ്റ് തിരിഞ്ഞിട്ട് താഴേക്കൊരു വഴിയുണ്ട്, അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോന്നു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ വീടെന്ന് പറഞ്ഞു. ഓക്കെ ശരിയെന്ന് പറഞ്ഞു. വൈജയന്തി തൻ്റെ ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്തെല്ലാം എടുത്ത് ബാഗിനകത്തേക്ക് വെക്കുവാണ്. അപ്പോൾ അവിടുന്ന് പോകാനുള്ള പുറപ്പാടിലായിരുന്നു. ഈ സമയത്ത് അലീനെ രോഹിത്തും കൂടെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് രണ്ട് കടകളിലൊക്കെ കയറി. പിന്നീട് രോഹിത്ത് ചോദിച്ചു, ഇനി എവിടെയെങ്കിലും കയറാനുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്, ഈ ബേക്കറിയിലും കൂടെ കയറണം. അപ്പോൾ ഈ ബേക്കറിയിൽ നിന്ന് സാധനം മേടിച്ച് അടുത്ത എവിടെയെങ്കിലും കൊണ്ടേ കൊടുക്കാനാണെന്ന് ചോദിച്ചു. അല്ല, ഇന്ന് നമുക്ക് സന്തോഷമുള്ളൊരു കാര്യം നടന്ന ദിവസമല്ലേ, കാരണം നമ്മൾ പോയ കാര്യങ്ങളൊക്കെ നടന്നല്ലോ, അപ്പം അതുകൊണ്ട് നമുക്കിതൊന്ന് ആഘോഷിക്കണ്ടേന്ന് ചോദിച്ചു. അപ്പോഴേക്കും രോഹിത് ചോദിച്ചു, അതെന്താ ചേച്ചി, എൻ്റെ ഡിസ്മിസൽ സസ്പെൻഷൻ ആക്കിയതുകൊണ്ടാണോ? അതുകൊണ്ടല്ല, സസ്പെൻഷൻ ആക്കിയത് കൊണ്ടല്ല, നമ്മളൊരു തെറ്റായ തീരുമാനം ശരിയാക്കി എടുത്തു, അതിൻ്റെ സന്തോഷത്തിനാന്ന് പറഞ്ഞു. എങ്കിൽ ശരി ബാ പോയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബേക്കറി കയറി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയ സമയത്ത് രോഹിത് വെച്ച് കേക്ക് മേടിക്കണ്ടേ? കേക്ക് മേടിച്ചേക്കാന്ന് പറഞ്ഞു. അങ്ങനെ കേക്കൊക്കെ മേടിച്ച് അവർ സന്തോഷത്തോട് കൂടിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങണത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡ്രൈവർ അങ്ങനെ കൊല്ലപ്പള്ളി വീട്ടിലെ കടപ്പാട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി പോയി കഥ തുറന്നു. ബാഗ് കയറി അകത്തേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ അയാൾ അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി അകത്ത് പോയി ബാഗെല്ലായിടത്തും ഹാളിലേക്ക് വെക്കുകയാണ്. ആ സമയത്ത് ഭബിത അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, ആരാ എന്താന്നൊക്കെ ചോദിച്ചു. അല്ല ഇവിടുന്ന് വിളിച്ചിട്ട് വന്നാ. ആര് വിളിച്ചിട്ട്? ബബിതയ്ക്കൊന്നും മനസ്സിലായില്ല. അപ്പോഴാണ് വൈജയന്തി പറയുന്നത്, ഞാൻ വിളിച്ചിട്ട് വന്നാ. അയാളോട് പറഞ്ഞു ഈ ബാഗ് എടുത്തോണ്ട് കാറിനകത്ത് കൊണ്ടേ വെക്കാൻ പറഞ്ഞു. അയാൾ അതും എടുത്തോണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ബബിത ചോദിച്ചു, അമ്മയില്ലേ അങ്ങോട്ട് അത് കെട്ടിപ്പറക്കി. ഞാനിവിടുന്ന് പോകുക. എങ്ങോട്ട് പോവാനായിട്ട്? അതെങ്ങോട്ടേലും ആട്ടെ, നീ ഇപ്പം അത് അറിയേണ്ട കാര്യമില്ല. അമ്മ എന്ത് വർത്താനാ പറയണേ? അമ്മ എന്തിനാ ഇപ്പോഴൊന്ന് പോകുന്നേ? എടി, ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അലീനയോട്, ഒന്നെങ്കിൽ അവള് അല്ലെങ്കിൽ ഞങ്ങളൊരാളെ ഇവിടെ കാണത്തുള്ളെന്ന്. ഇപ്പം അവളാണല്ലോ ഇവിടെയെല്ലാം, നിങ്ങൾക്ക് എല്ലാവർക്കും അവളെ മാത്രം മതി. ഞാനിവിടെ ഒരു അധികപ്പറ്റ, അപ്പം ഞാനിവിടെ നിൽക്കുന്നില്ല. അമ്മ എന്ത് വർത്താനമ്മ പറയണേ? ഇവിടെ ആരോരും ഇല്ലാതിരുന്ന സമയത്ത്, അമ്മ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഞങ്ങളെയൊക്കെ നോക്കാൻ അലീന ചേച്ചി ഉണ്ടായിരുന്നുള്ളൂ. രോഹിത്തിൻ്റെ ആപത്ത് വന്നു കഴിഞ്ഞപ്പോൾ അലീന ചേച്ചി ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടാണ് അമ്മ ഇങ്ങനെ അലീന ചേച്ചിയെ കുറ്റപ്പെടുത്തി പറയണേ? ഒരലീന ചേച്ചി, അവൾ എന്നീ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചോ അന്ന് തുടങ്ങി ഈ കുടുംബത്തിൻ്റെ കഷ്ടകാലം. അവളെ നിങ്ങളെല്ലാവരും സ്നേഹിച്ചു, പക്ഷെ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല. അവൾ ഈ വീട്ടിൽ നിന്ന് എന്ന് ഇറങ്ങുന്നോ അന്നോ ഞാൻ ഈ വീട്ടിലേക്ക് കാലുകുത്തുള്ളൂ. അമ്മേ വെറുതെ വാശി കാണിക്കരുത്, അമ്മ പോവരുതെന്ന് പറഞ്ഞു. പിന്നെ പോവരുത് പോലും, അങ്ങോട്ട് മാറി നിൽക്കിടി എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും ബബിത പറഞ്ഞു, അമ്മയ്ക്ക് ഇവിടെ എന്തിൻ്റെ കുറവുണ്ടായിട്ടാ അമ്മ ഇവിടുന്ന് പോകുന്നേ? അമ്മയ്ക്ക് ഇവിടെ സുഖവും സന്തോഷമല്ലേ? പിന്നെ സുഖവും സന്തോഷം അത് നിങ്ങൾക്ക്, പക്ഷേ ഈ വൈജയന്തിക്ക് അതില്ല. അല്ല അമ്മ എങ്ങോട്ടാ പോകുന്നതെന്ന് ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ കൊല്ലപ്പള്ളി വീട്ടിലേക്ക്, അതിനുശേഷം ഞാൻ അവിടുന്ന് വാടക വീട്ടിലേക്ക് പോകും. ഞാനൊരു വാടക വീട് ഇട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ ആങ്ങളമാർക്ക് ഒന്നുകൂടെ ചിന്തിക്കാനുള്ള അവസരം ഞാൻ കൊടുക്കുക, അതുകൊണ്ട് ഇപ്പം കൊല്ലപ്പള്ളി വീട്ടിലേക്ക് പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേനും ഭവിത പിന്നാലെ നിന്നു. അമ്മ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഒന്ന് നിൽക്കാൻ പറഞ്ഞു. എന്താടി അമ്മ, പോകേണ്ട കാര്യമുണ്ടോ? അമ്മ ഇവിടെ നിന്നാൽ പോരെ? എടി, ഞാനിവിടെ ഒരു നിമിഷം പോലും നിൽക്കില്ല. ഞാൻ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അവളുണ്ടല്ലോ അലീന, അവൾ ഇവിടെ നിന്നാൽ മതി. അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലോ ഞാൻ ഇവിടേക്ക് വരത്തുള്ളൂ. അമ്മ ഇങ്ങനൊരു തീരുമാനം എടുക്കരുത്. അതെ, അച്ഛൻ വന്ന് അച്ഛനോട് ഇങ്ങനെ ചോദിച്ചിട്ട് ഞാൻ എന്തിനാടി ബാലേന്ദ്രനോട് ചോദിക്കുന്നേ? ഇവിടെ വന്നതിന് ശേഷം ബാലേന്ദ്രൻ എൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ? പിന്നെന്തിനാ ഞാൻ? അല്ല രോഹിത്തേട്ടൻ വന്നിട്ട് അവനോട് ഞാൻ തീരുമാനങ്ങൾ ചോദിക്കണം അല്ലേ? അതിൻ്റെ ആവശ്യമില്ല. അവനോട് ആദ്യം നന്നാവാനായിട്ട് പറ. അമ്മേ, മറ്റുള്ള വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അത്ര സ്വാതന്ത്ര്യം കാര്യങ്ങളൊന്നും കിട്ടത്തില്ല, അതൊന്നും ശരിയാകത്തില്ല. എടി, ഞാൻ ഒരിടത്തും പോയി അധികാരം നിൽക്കാൻ പോകുന്നില്ല. എനിക്ക് നല്ല അന്തസ്സോടെ പോയി വേറെ ജീവിക്കാനായിട്ടറിയാം. അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. അമ്മേ പോവല്ലേന്നും പറഞ്ഞുകൊണ്ട് ബബിത തടഞ്ഞു. അപ്പോഴേക്കും വൈജയന്തി അവളെ പിടിച്ചിട്ട് തള്ളു കൊടുത്തു. അങ്ങനെ കാറിലേക്ക് കയറിയിട്ട് ഡ്രൈവറോട് പറഞ്ഞു കാർ എടുക്കാൻ പറഞ്ഞു. ബബിതയ്ക്ക് വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. ബബിത പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം ഈ കുടുംബത്തിൽ സന്തോഷ സമാധാനമൊക്കെ വരുന്നത്.
അപ്പം അമ്മയും കൂടെ ഇങ്ങനെ ചെയ്യരുതെന്ന് എല്ലാ കുട്ടികളൊക്കെ ആണെങ്കിലും മനസ്സറിഞ്ഞെന്ന് ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് വൈജയന്തി ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ വൈജയന്തി അങ്ങനെ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നിറങ്ങണ സമയത്ത് മനുശങ്കർ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. മനുശങ്കർ നോക്കിക്കഴിഞ്ഞപ്പോൾ വൈജയന്തി കാലിൽ ഇറങ്ങിയെന്നു. ആഹാ, ഇതാരാ ആൻറ്റിയോ? എന്തോ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ. അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല വൈജയന്തി. കാറിൻ്റെ ഡിക്കിക്കകത്തുനിന്ന് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാണ്ട് മനുശങ്കർ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ടാക്സി കൂലിയൊക്കെ കൊടുത്ത് ടാക്സി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വൈജി ചോദിച്ചു, അല്ല നീ എങ്ങോട്ടേലും പോകാനായിട്ട് ഇറങ്ങിയതാണോ? ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട്. ആ, എങ്കിൽ പോയിട്ട് വാ, ഞാനിവിടെ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ മനുശങ്കർ അങ്ങോട്ട് പോയി. ഈ സമയത്ത് വൈജയന്തി അകത്തേക്ക് കയറി വരുവാണ്. വൈജയന്തിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കമല ഇറങ്ങി ചെന്നു. ആ, ഞാൻ ഓർത്തത് ആരായിരിക്കുമെന്ന്. വാ കയറി വാ കമല എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോഴേക്ക് ശിവശങ്കരനും അങ്ങോട്ട് വന്നു. ഈ സമയത്ത് ശിവശങ്കരൻ വൈജയന്തിയെ നോക്കി. കാരണം പെട്ടി പ്രമാണങ്ങളും ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ശിവശങ്കരൻ ചോദിച്ചു, നീ എന്താ വൈജയ ഇതൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? അതെന്താ ശിവേട്ട, എനിക്ക് ഇങ്ങോട്ടേക്ക് വന്നൂടെ? വരാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, നീ എന്താ അവിടുന്ന് തീർത്ത് പോന്നാണോ? ഇനി ഞാൻ എന്തായാലും അവിടെ ഇല്ല. ഞാൻ ചില തീരുമാനങ്ങൾ എടുത്ത് പോന്നിരിക്കുന്ന. അല്ലെങ്കിലും എന്നെ അവിടെ ആർക്കും വേണ്ടല്ലോ. പിന്നെ ഞാൻ എന്തിനാ അവിടെ കടിച്ചു തൂങ്ങി കിടക്കണേ? അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു. പിന്നെ ഇവിടേക്ക് പോകുന്നതിന് കാരണം എനിക്ക് 2-3 ആങ്ങളമാരുണ്ടല്ലോ. അവരെന്തേലും ഒരു തീരുമാനം എടുക്കണമല്ലോ എന്ന് എനിക്ക് അറിയണം. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഇപ്പം അവര്. അത് കേട്ടപ്പോൾ കമല പറഞ്ഞു, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അല്ലേലും ആങ്ങളമാരുടെയൊക്കെ നട്ടിൽ വളഞ്ഞിരിക്കുമല്ലേ? ഇവിടെയുണ്ട്. ഇവിടെയുള്ളവരുടെ നട്ടിൽ വളഞ്ഞ് ഒടിയാറായെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശിവശങ്കരൻ പറഞ്ഞു, പൊന്നു കമലേ, എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നീ ഒന്നും മിണ്ടാതിരിക്കാവോ? ആ സമയം വൈജയന്തി പറഞ്ഞു, ശിവേട്ടൻ എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടോ? ഞാൻ അവിടെ എങ്ങനെയും ജീവിക്കണം എന്നറിയാവോ? എനിക്കവിടെ സുഖമാണെന്ന് ചിന്തിക്കാറുണ്ടോ? പിന്നെ വൈജയ്, നീ നിന്റെ ഭർത്താവിൻ്റെ വീട്ടിൽ കഴിയണം എന്നുള്ള കാര്യം എനിക്കറിയാം. നിന്റെ മക്കളും ഭർത്താവും എല്ലാം അവിടെ ഉണ്ടല്ലോ. പിന്നെ ഞാൻ എന്തിനാ അതിൻ്റെ ഇടയ്ക്കിലേക്ക് വന്ന് അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ മക്കളും ഭർത്താവും എല്ലാവരും ഇപ്പം അവളോടൊപ്പം, ആ അലീനയോടൊപ്പം. വൈജയ്, അങ്ങനെ ഉണ്ടെങ്കിൽ അവൾ നല്ലവളാന്ന് വേണ്ടേ കരുതാനായിട്ട്? പിന്നെ നല്ലവള്, അവൾ ഒരുമ്പെട്ടോള് കയറിയതിന് ശേഷം എനിക്ക് കഷ്ടകാലം മൊത്തം ഉണ്ടായിരിക്കുന്നേ. അല്ലെങ്കിലും അവളെ മതി എല്ലാവർക്കും. എൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു താല്പര്യമില്ല. എന്നെക്കുറിച്ച് ആർക്കും ഒരു ചിന്തയില്ല. അത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, എന്താടി നിന്നെ എല്ലാവരും തലയിലെടുത്ത് വെച്ചോണ്ട് നടക്കണം? നിന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതിയോ എല്ലാവരും എപ്പോഴും? ബാക്കിയുള്ളവരെ കുറിച്ച് ആർക്കും ഒരു ചിന്തയും വേണ്ടേ? നിനക്കൊരു വിചാരമുണ്ട്, നിന്നെ എല്ലാവരും പൊക്കിപ്പിടിച്ചോണ്ട് നടക്കണമെന്ന്. നിനക്കെപ്പോഴും നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. സ്വന്തം കാര്യം ചിന്താവാ. നിന്റെ സുഖം, സന്തോഷം, സൗകര്യം എല്ലാം നിനക്ക് പ്രധാനം. മറ്റുള്ളവരുടെ സുഖത്തെക്കുറിച്ചോ സന്തോഷത്തെക്കുറിച്ചോ ഒരു നിമിഷമെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ മക്കൾ പോലും ഇപ്പൊ തിരിഞ്ഞിട്ടുണ്ടോ? എന്താ കാരണം നിനക്കറിയാലോ. അപ്പോഴേക്കും വൈജ പറഞ്ഞു, ഞാനിത് കേൾക്കണം. എനിക്കറിയായിരുന്നു ഇതൊക്കെ പറയുമെന്ന്. അല്ല, ഇന്നെന്ത് പറ്റി ഇത്ര കുറച്ചു പറഞ്ഞത്? ഇതൊന്നും ആയിരുന്നില്ലല്ലോ. ഇപ്പം നിങ്ങളെല്ലാവരെയും കൂടെ അവൾ ആ അലീന എന്ന് പറയുന്നവളെ കയ്യിലെടുത്ത് വെച്ചിരിക്കുക. അത് കേട്ടതും കമല പറഞ്ഞു, ഒന്നും പറയണ്ട എൻ്റെ വൈജേ. അതെങ്ങനെയാ? അലീന പുണ്യാളത്തിയെ മനുവിനെ കൊണ്ട് കെട്ടിക്കാനായിട്ട് ഇരിക്കുമല്ലേ എല്ലാവരും കൂടെ? മനുവിനെ കൊണ്ടോ? അതെ. ഇവിടെ ചിലർ പോലും അതിന് ചുക്കാൻ പിടിച്ചോണ്ടിരിക്കുക. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ശിവേണ്ണൻ പോലും സമ്മതിച്ചിരിക്കുക. സത്യമാണ് കമലെടുത്തി പറയണേ. ഞാൻ എന്തിനാ കള്ളത്തരം പറയണേ? അവർ രണ്ടുപേരും തമ്മിലുള്ള വിവാഹം നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നാണക്കേടുകൊണ്ട് എനിക്ക് തലയുയർത്തി പിടിച്ച് നടക്കാൻ പറ്റുമോ? അതെല്ലാം കേട്ടിഞ്ഞപ്പോൾ വൈജയന്തി പറഞ്ഞു, ശിവേണ്ണൻ എന്ത് ഭ്രാന്തൊക്കെയാണ് കാണിക്കാൻ പോകുന്നേ? ശിവേണ്ണൻ എന്താ ഒരു ബോധമില്ലേന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നേ ഈ വീട്ടിലുള്ളവർക്ക് ഇത്തിരി ഇത് സാമാന്യ ബോധം ഉണ്ടെന്നാ. പക്ഷെ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഒന്നിനും ബോധമില്ലെന്ന്. ബോധം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഒരുങ്ങുമായിരുന്നോ? അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു, നിനക്ക് പിന്നെ ഭയങ്കര ബോധമാണല്ലോ. അതെ, ഞാൻ കൈതയ്ക്ക് മാളി വീട്ടിലെ കുഞ്ഞിരാമൻ്റെ ഒരു മകളാണല്ലോ. ആണോ? എന്തായാലും നിനക്ക് അപഹാര തൊലിക്കെട്ട് തന്നെ. നിന്റെ തൊലിക്കെട്ട് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നത് വൈജയ്. നിന്നെ കൊണ്ട് മാത്രം ഇങ്ങനെ മാറാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശിവശങ്കരൻ വായുവെന്ന് കുറെ ചീത്തയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, നീ എന്താന്ന് വെച്ചാൽ ചെയ്യുക. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, ഞാനിവിടെ സ്ഥിരതാമസത്തിന് വന്നൊന്നുമല്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ വാടക വീട്ടിലേക്ക് അങ്ങോട്ട് മാറും. പക്ഷേ എനിക്കിവിടെ അവകാശം ഉണ്ടല്ലോ. ഞാനിവിടെ നിന്നുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നൊന്നുമില്ല. എനിക്കിത് അവകാശപ്പെട്ട വീടല്ലേ. ഞാൻ എത്ര നാളും വെള്ളം നിൽക്കും എന്നൊക്കെ പറഞ്ഞു. ശിവശങ്കരൻ പറഞ്ഞു, നീ നിന്നു, അതിന് നിൽക്കില്ലെന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? പക്ഷേ നീ ഇപ്പോൾ എടുത്ത തീരുമാനം ഉണ്ടല്ലോ, അതൊട്ടും ശരിയായിട്ടില്ലെന്നാ ഞാൻ പറയത്തുള്ളൂ. ഇനി നിന്റെ ഇഷ്ടം. നിന്നോട് പറഞ്ഞ് എൻ്റെ വായിക്കാത്ത വെള്ളം പറ്റിക്കാൻ ഞാൻ ഒരുക്കുമല്ലാന്നും പറഞ്ഞിട്ട് ശിവശങ്കരൻ അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും കമലയോട് വൈജയന്തി ചോദിച്ചു, കമലടുത്ത് സത്യമാണോ അലീനയുടെ മനുഷ്യങ്കൻ്റെയും കാര്യം? അവർ തമ്മിൽ കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചു. പിന്നല്ലാതെ, അതിനു വേണ്ടിയിട്ട് താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് എൻ്റെ ഭർത്താവിൻ്റെ അനിയനും എല്ലാവരും കൂടെ. അവർക്കെല്ലാം പൂർണ്ണ സമ്മതമെന്ന് പറഞ്ഞു.
അത് കേട്ട് കഴിഞ്ഞപ്പോൾ വൈജയന്തിക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു. വൈജയന്തി ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ലത്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.